ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ 10 ലാക്കിൻ്റെ ഫണ്ട് അക്കൗണ്ട് പാസ്സാവുന്ന സീരീസിലെ ആദ്യത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിൽ ഏകദേശം 95% ആൾക്കാർക്കും ലോസ് ആണ് ഉണ്ടാവുന്നത്. അതിൻ്റെ 5% ആൾക്കാർ മാത്രമാണ് സക്സസ് ആവുന്നത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ 5% ആൾക്കാർ മാത്രം സക്സസ് ആവണേ? അതിനുള്ള കാരണം നമ്മൾ ചിന്തിച്ചോ? നമ്മുടെ ഈ 95% ആൾക്കാർ ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റി സ്റ്റഡി ചെയ്യുന്നില്ല. ഇവർക്കുണ്ടാവുന്ന ലോസസ് അല്ലെങ്കിൽ ഇവർക്കുണ്ടാവുന്ന പ്രോഫിറ്റിനെ പറ്റി സ്റ്റഡി ചെയ്യാത്തതുകൊണ്ടാണ് ഇവരിപ്പോഴും സക്സസ് ആവാത്തെ. ഇവര് പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും അത് പ്രോപ്പറായിട്ട് ജേണൽ ചെയ്ത് വെക്കുക. ആ ഒരു ജേണൽ സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്കുണ്ടായ തെറ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇന്ന് ഞാൻ ഗോൾഡിൽ എടുത്തേക്കുന്ന ഒരു എൻട്രി നിയർലി ഒരു $80 ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസ്, ഞാൻ എന്തൊക്കെ കൺഫർമേഷൻസ് നോക്കി, അതുപോലെ ആ ഒരു ട്രേഡ് ലോസ് ആവാനുള്ള റീസൺസും കാര്യങ്ങളും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഫണ്ടിങ് സീരീസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കണേ ഒരു ഫണ്ട് ഓഫ് ഫെമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പുതിയ ഫണ്ട് അക്കൗണ്ട് എടുത്തവർക്കും എടുക്കാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ജേർണി മാത്രമാണ് ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്രേഡ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസായി മാത്രം കാണുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിമിനുള്ള ആ ഒരു സ്ട്രക്ചറിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഗോൾഡിൻ്റെ ഒരു 4 ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ എനിക്ക് ഒരു ചാർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് വരുന്നു. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ലോ ആൻഡ് ലോവർ ഹൈ ആൻഡ് ലോവർ ലോ ആൻഡ് ഒരു ലോവർ ഹൈ പ്രൈസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് നമുക്കൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കാണാൻ പറ്റുക. ആൻഡ് അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലോട്ടൊരു ഇത് കിട്ടി, ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടി. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് ഇവിടുന്ന് നന്നായിട്ട് പ്രൈസ് റിജക്ട് ചെയ്ത് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഡൗണിലോട്ടുള്ള ട്രേഡാണ് നമുക്കിപ്പോൾ എടുക്കേണ്ടത് നോക്കുള്ള ഒരു കാര്യം മനസ്സിലായി. അതിന് നെക്സ്റ്റ് ഞാനിവിടെ നോക്കിയപ്പോൾ നമ്മൾ കറൻ്റ്ലി ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഒരു 4 ടൈം ഫ്രെയിമിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരുപാട് ലിക്വിഡിറ്റീസ് ഉണ്ട്. പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സാണ് ലിക്വിഡിറ്റീസ്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റീസും കാര്യങ്ങളും പ്രൈസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മൊമെൻറ്റ് താഴോട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാനുള്ള ചാൻസസ് കൂടി. ആൻഡ് നെക്സ്റ്റ് ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്കൊരു മനസ്സിലായ കാര്യം, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു റെസിസ്റ്റൻസും സപ്പോർട്ടും ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1, 2, 3 അതുപോലെ 1, 2, 3 തവണയോളം റെസിസ്റ്റൻസും അതുപോലെ തന്നെ 2 തവണയോളം സപ്പോർട്ട് എടുത്തൊരു നല്ലൊരു ഏരിയയാണ് 4 ടൈം ഫ്രെയിമിലെ ഈ ഒരു സപ്പോർട്ട് ഏരിയ. ഓക്കെ, പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് പ്രൈസ് കറൻ്റ്ലി നിൽക്കുന്നത്. അതുപോലെ 4 ഹവറിൽ ലിക്വിഡിറ്റി എടുത്തു. ആൻഡ് ഓവറോൾ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഡൗണുമാണ്. അപ്പോൾ താഴോട്ടുള്ള ചാൻസസ് ആണ് കൂടുതൽ. ആൻഡ് ഇനി ഞാൻ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു കൺഫർമേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ എൻ്റെ ഈ ഒരു ട്രേഡ് ഞാൻ നേരെ ഒരു 15 മിനിറ്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, എന്താണ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നടക്കുന്നത് ആൻഡ് എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് ഞാൻ നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു 15 മിനിറ്റിൽ നമുക്കിവിടെ പ്രൈസ് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തൊരു ഏരിയ ഉണ്ട് കറൻ്റ് ഇവിടെ. നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ 1, 2, 3, 1. ഓക്കെ, നോക്കുകയാണെങ്കിൽ 3 തവണയോളം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്യും. ആൻഡ് ഒരു തവണയോളം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ഒരു നല്ലൊരു ഏരിയ ആണ് ഇത്. ആൻഡ് പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എത്ര നാൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ പ്രൈസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഒരു റീടെസ്റ്റിനാണ് പ്രൈസ് ഇവിടെ വന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു ഏരിയ പ്രൈസ് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിലോ വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ പ്രൈസ് ആക്ട് ചെയ്യും. ആൻഡ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴത്തോട്ട് പോകാനുള്ള ചാൻസ് കൂടും. ആൻഡ് ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് അവിടെ നിന്ന് എനിക്കൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു എൻട്രി എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് പ്രൈസിങ് എങ്ങോട്ടാണ് നെക്സ്റ്റ് പോയേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിം, ഒരു ലോ ടൈം ഫ്രെയിം, കുറച്ചും കൂടെ ലോ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു 5 മിനിറ്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യുക. അവിടെയാണ് കുറച്ചും കൂടെ ഒരു റീടെസ്റ്റ് റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ നേരെ ഒരു 5 മിനിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രൈസ് ആക്ട് ചെയ്യുമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അതിൻ്റെ പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുമോ ഇല്ല, ചിലപ്പോൾ വീണ്ടും അപ്സൈഡിലോട്ട് തന്നെ കയറി പോകാനുള്ള ചാൻസസ് ഉണ്ട്, അപ്സൈഡിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഒരു റീടെസ്റ്റ് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺഫർമേഷൻ ആവില്ലേ. അപ്പോൾ ഞാൻ ഒരു റീടെസ്റ്റും റിജക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക.
ഓക്കെ. ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് പ്രൈസ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടുന്ന് ഒരു എക്സാക്ട്ലി ഇവിടുന്ന് പ്രൈസ് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നല്ലൊരു റിജക്ഷൻ. ആ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിയേ. ഒരു വളരെ വലിയൊരു ബിയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണത്. അതുപോലെ തന്നെ വോളിയം നല്ലൊരു വോളിയം ഉണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. റീടെസ്റ്റ് റിജക്ഷൻ ആൻഡ് ഡൗൺ സൈഡിലോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷനും കിട്ടി. നല്ലൊരു കൺഫർമേഷൻ കിട്ടി. ആൻഡ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഒരു മാർക്കറ്റ് ഓർഡറിൽ ഞാൻ ഇവിടെ ഒരു എൻ്റെ എൻട്രി ഞാൻ എടുത്തു. ആൻഡ് എൻ്റെ സ്റ്റോപ്പ് ലോസും ഞാൻ വെച്ചേക്കുന്ന ഈ ഒരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്തു. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 1:2 ഞാൻ റിസ്ക് റിവാർഡ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. 1:2 ഇവിടെ പ്ലേസ് ചെയ്തു. ആൻഡ് ഇനി എന്താണ് പ്രൈസ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇവിടെ നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് പ്രൈസ് നേരെ അപ്പ് സൈഡിലോട്ട് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നിയർലി ഒരു 1% ലോസ് ആയിട്ടുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ലോസും കാര്യങ്ങളാണ് നമുക്ക് നടന്നിട്ടുള്ളൂ. ഓക്കെ. നെക്സ്റ്റിന് നമുക്ക് നോക്കേണ്ടത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ലോസ് ആവാനുള്ള റീസൺ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആൻഡ് ഇവിടെ ഞാൻ ഒരു നോക്കാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ, ഓക്കെ, 1 hour ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പ്രൈസ് ഓൾറെഡി നമുക്കൊരു 4 hourൽ നല്ലൊരു ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ പ്രൈസ് 1 hourലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് പ്രൈസ് ഇവിടുന്ന് ഒരു ഹൈ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ആൻഡ് പ്രൈസ് ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലോവർ ഹൈനെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ആൻഡ് അവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ബീറിഷായിട്ട് ഇത്ര നല്ല ബീറിഷായിട്ട് പൊക്കോട്ടിരുന്ന ആ ഒരു ട്രെൻഡ് പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അത് ചേഞ്ച് ആയി. ബുള്ളിഷിലോട്ടൊരു കൺഫർമേഷനാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൊണ്ട് നമുക്കിവിടെ കിട്ടിയത്. ആൻഡ് ആ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് നമ്മുടെ ആ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള റീസൺ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്കിവിടെ കിട്ടിയുണ്ട്. ഓക്കെ. നമ്മൾ ട്രേഡിങ് കാര്യങ്ങളും എടുത്തു. നമുക്ക് ലോസ് ആണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ട്രേഡ് എടുത്തതിന് ശേഷം മുമ്പുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം വരുന്നത്. ഇപ്പം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജേണൽ എന്ന് പറഞ്ഞ ഒരു കാര്യം. നമ്മുടെ ആ ഒരു ട്രേഡും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ജേണൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു എക്സൽ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ ഡേറ്റ് എന്നും പറഞ്ഞ് ഞാൻ എടുത്തേക്കുന്ന ഡേറ്റ് June 9 ഞാൻ ട്രേഡ് എടുത്തത്. അപ്പം ഞാനവിടെ June 9 കൊടുത്തു. അതിൻ്റെ ഡേ മൺഡേ ആണ് ഞാൻ ട്രേഡ് എടുത്തത്. മൺഡേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിൻ്റെ ടൈം ഞാൻ എടുത്ത ഒരു ടൈം 4:45 PM, വൈകുന്നേരം 4:45 ആ ഒരു ടൈമിലാണ് ഞാൻ എടുത്തത്. സെക്ഷൻ നോക്കുവാണെങ്കിൽ ലെൻതൻ സെക്ഷനിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. അതിൻ്റെ പെയർ ഗോൾഡിലാണ് ട്രേഡ് എടുത്തത്. അതിൻ്റെ എക്സ്റേ കൊടുത്തു. അതിൻ്റെ എനിക്കുണ്ടായിരിക്കുന്നത് ലോസസ് $88 അത് ഞാൻ ഇവിടെ കൊടുത്തു. ബൈ ആണോ സെല്ലാണോ എടുത്തത്? സെല്ലാണ് ഞാൻ എടുത്തത്. സെല്ല് കൊടുത്തു. അതിൻ്റെ റീസൺ, ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസും കാര്യങ്ങളുമാണ് ഞാനിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഇമോഷൻസ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺസും കാര്യങ്ങളും എന്തൊക്കെയാണോ അത് എഴുതുക. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയത് നീ പ്രോപ്പറായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇവിടെ റീസൺസ് ആയിട്ട് ഞാൻ എഴുതിയേക്കുക. എനിക്ക് ദേർസും ഇമോഷൻസ് പറ്റില്ല. എൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ബാക്കി എഴുതാനുള്ള ഞാൻ ഇതിനകത്തുള്ള എടുക്കാനുള്ള റീസൺസും കാര്യങ്ങളും അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പറായിട്ട് എഴുതേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കുണ്ടായിരുന്ന ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അത് നിങ്ങൾ ലാസ്റ്റ് മന്ത് എൻഡ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫണ്ടിംഗ് ബിപ്സിൻ്റെ ഡാഷ്ബോർഡിൽ പോയിട്ട് എന്ത് ചേഞ്ചാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഫണ്ടിംഗ് ബിപ്സിൻ്റെ ഡാഷ്ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു $80 ലോസാണ് ഉണ്ടായത്. ഒരു 1% അടുത്താണ് ലോസ് ആയിരിക്കുന്നത്. നമുക്കൊരു 13% വേണം നമുക്ക് അക്കൗണ്ട് പാസ്സാം. അതിൻ്റെ അതൊന്നൊരു 1% നമുക്കിപ്പോൾ ഡ്രോ ഡൗൺ ആണ് കറങ്ങി നിൽക്കുന്നത്. നമുക്കൊരു 14% കൂടെ വേണം ഈ ഒരു ഫണ്ട് അക്കൗണ്ട് പാസ്സാവാൻ. അപ്പോൾ ഈ ഒരു ഫണ്ട് അക്കൗണ്ട് പാസ്സാവുമോ അതോ ഈ ഫണ്ട് അക്കൗണ്ട് ബ്രീച്ച് ആവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.